أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മങ്കൂസ് മൗലിദിൻ്റെ പ്രാമാണികത എന്ന വിഷയത്തിൽ കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് കാസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അർഷദി ടോക്ക് സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചർച്ചയിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും ക്ഷണിക്കുകയാണ്. ഇത് കാണുന്ന ഇതിൻ്റെ പ്രേക്ഷകർ ഇതിൻ്റെ മുന്നോടിയായി നടന്നിട്ടുള്ള മുഴുവൻ സെഷനുകളും കേൾക്കുന്നത് ഈ വിഷയത്തിലുള്ള ഒരു വിശാല പഠനത്തിന് ഉപകരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തി ചർച്ചയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ടോക്ക് സീരീസ് സെഷനിൽ മങ്കൂസ് മൗലിദിലെ ആദ്യ 2 ഹിക്കായത്തും അതിലെ ബൈത്തുകളുമൊക്കെ പ്രമാണബദ്ധമായി നമ്മൾ സ്ഥിരപ്പെടുത്തി ചർച്ച ചെയ്തു. ഇനി നമ്മൾ 3-ാമത്തെ ഹിക്കായത്തിലേക്ക് കടക്കുകയാണ്. കളവുകളുടെ കൂട്ടത്തിലായി എണ്ണുന്ന ഒരു സംഭവമാണ് വറുവിയ അന്ന ആമിന റഅത്ത് ഹീന വദഅതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൻ അല്ലാഹ ലഹു ഖുസൂർ ബുസ്റ മിൻ അർളി ശാം എന്ന് പറയുന്ന ഈ വരി. ആമിന ബീബി റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച സമയം ഷാമിലെ ബുസ്റ കൊട്ടാരം പ്രകാശിച്ചതായി കണ്ടു. ആമിന ബീവിയെ തൊട്ടുദ്ധരിക്കുന്ന ഒരു പരാമർശം മങ്കൂസ് മൗലിദിലുണ്ടല്ലോ. ഇത് തനിച്ചും കള്ളക്കഥയാണ്, കളവാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മക്കയിലുള്ള ആമിന ബീവി കാതങ്ങൾക്കപ്പുറത്തുള്ള ഷാമിലെ ബുസ്റ കൊട്ടാരം പ്രകാശിച്ചതായി കാണുക, ഇങ്ങനെയൊന്നും ചരിത്രത്തിലില്ല എന്നൊക്കെ പറഞ്ഞ് മങ്കൂസ് മൗലിദിന് നേരെ തിരിയുന്നുണ്ട്. ഏതായാലും ഇത് കള്ളക്കഥയല്ല, സത്യമാണ്, പ്രമാണബദ്ധമാണ് എന്ന് തെളിയിച്ചു കൊടുക്കൽ ബാധ്യതയാണല്ലോ. അതുകൊണ്ടാവട്ടെ ആരംഭം. മങ്കൂസ് മൗലിദിൽ പറയുന്ന വറുവിയ അന്ന ആമിന റഅത്ത് ഹൈന വദഅതുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൻ അല്ലാഹ ലഹു ഖുസൂർ ബുസ്റ മിൻ അർളി ശാം. ഈ വരിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സംശയം ഉന്നയിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഒരു മഹാപ്രകാശത്തെ കണ്ടു എന്നും അല്ലാഹ ലഹു ഖുസൂർ ബുസ്റ മിൻ അർളി ശാം, ആ പ്രകാശത്താൽ ഷാമിലുള്ള ബുസ്റ പട്ടണത്തിലെ കൊട്ടാരങ്ങൾ തിളങ്ങുന്നതായിട്ട് കണ്ടു. ഇത് വല്ല തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമാണോ മങ്കൂസ് മൗലിദിൽ ചേർത്തിട്ടുള്ളത് എന്നാണ് സംശയം. അതെ, വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയം മങ്കൂസ് മൗലിദിൽ ചേർത്തിട്ടുള്ളത്. വഅഖ്റജൽ ഹാഫിള് ഇബ്നു സഅദ് അൻ അബിൽ അജ്ഫാ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. റഅത്തു ഉമ്മി ഹീന വദഅത്നി സ്വതഅ മിൻഹാ നൂറുൻ അളാഅത്തു ലഹു ഖുസൂർ ബുസ്റ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, റഅത്തു ഉമ്മി, എൻ്റെ ഉമ്മ കാണുകയാണ്, ഹീന വദഅത്നി, എന്നെ പ്രസവിക്കുന്ന ആ സമയത്ത്, സ്വതഅ മിൻഹാ നൂറുൻ, ഒരു പ്രകാശം വെളിവാവുന്നു, ആ പ്രകാശം അളാഅത്തു ലഹു ഖുസൂർ ബുസ്റ, ബുസ്റ പട്ടണത്തിലെ കൊട്ടാരങ്ങളൊക്കെ പ്രകാശിപ്പിക്കുന്നതായിട്ട് എൻ്റെ ഉമ്മ കണ്ടു എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതോടുകൂടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഅത്തു ഉമ്മി കഅന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅത് മിൻഹു ഖുസൂർ ശാം. എൻ്റെ ഉമ്മ കാണുകയാണ്, എന്നെ പ്രസവിക്കുന്ന സമയത്ത് ഒരു പ്രകാശം, ആ പ്രകാശം അളാഅത്ത് മിൻഹു ഖുസൂർ ശാം, ഷാമിലെ
ബുസ്റ പട്ടണത്തിലെ കൊട്ടാരങ്ങളൊക്കെ തിളങ്ങുന്നതായിട്ട് ആ പ്രകാശം കാരണം കണ്ടു എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇത് രേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മങ്കൂസ് മൗലിദിൽ ചേർത്തിട്ടുള്ളത്. ഈ സംഭവം ഇബ്നു സഅദ് തബഖാത്തുൽ കുബ്രയുടെ 1-ാമത്തെ വാള്യം 102-ാമത്തെ പേജിലും സീറത്ത് ഇബ്നു കസീർ 1-ാം വാള്യം 206-ാമത്തെ പേജിലും ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായ വന്നിഹായയുടെ 2-ാമത്തെ വാള്യം 52-ാമത്തെ പേജിലും ഹാഫിദ് സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഖസായിസിൽ 1-ാം വാള്യം 42-ാമത്തെ പേജിലും ഇമാം ബൈഹഖി, ഇമാം തബറാനി, ഇമാം ഹാക്കിം ഇങ്ങനെ ഒരു പറ്റം ഉലമാക്കൾ ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ധാരാളം പ്രമുഖരാകുന്ന പണ്ഡിതന്മാർ ഉദ്ധരിച്ച സംഭവമാണ്, വാറോലയല്ല എന്ന് ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവ സമയത്ത് ഉണ്ടായ ഈ സംഭവം മങ്കൂസ് മൗലിദിൽ മാത്രമുള്ള ഒരു കഥയല്ല, മറിച്ച് പരശതം ഗ്രന്ഥങ്ങൾ ഇബ്നു കസീറിനെ ഉദ്ധരിച്ചു, ഹാഫിദ് ഇബ്നു സഅദ് അവിടുത്തെ തൊബഖാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ ഈ സംഭവം എന്നല്ല, മങ്കൂസ് മൗലിദിൽ പ്രതിപാദിച്ച ഏതെല്ലാം സംഭവങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, പ്രാമാണികമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് എന്നാണ് ഇതിലൂടെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ലമ്മ വളഅതുഹു മദത്തു ഐനി ലിഅൻദുറ വലദി ഫലം അറഹ്. ഇങ്ങനെ ഒരു വരി മങ്കൂസ് മൗലിദിൽ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ പ്രസവിച്ച് ആ സമയം നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? അങ്ങനെ കുട്ടിയെ കാണാതെ ആയിട്ടുണ്ടോ? കുട്ടിയെ കാണാതായിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. ചരിത്രകാരന്മാരെല്ലാം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. സാധാരണ വഹാബികൾ ഇതിങ്ങനെ എടുത്തിട്ട് മുഹമ്മദ് നബി മിസ്സിംഗ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയാറുണ്ട്. ഏതായാലും നമുക്ക് ചരിത്രങ്ങളിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട ഹാഫിദ് അബു നുഐം ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നൊരു ഹദീസ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അൻ ഉമ്മിഹി അഷിഫ, നബി തങ്ങളുടെ വളർത്തുമ്മയായ ഷിഫ അവരെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവി പ്രസവിക്കുന്ന സമയത്ത് പ്രസവം എടുക്കുന്നത് ഷിഫ ബീവിയാണ്. അങ്ങനെ ആ ഷിഫ ബീവി പറയുന്നത്, ലമ്മ വലദത്ത് ആമിനത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഅ അലാ യദി. ആമിന ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കുന്നത് എൻ്റെ കരങ്ങളിലേക്കാണ്. റസൂലുള്ളാഹി ഭൂമിയിലേക്ക് ആദ്യമായി വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഭാഗ്യം ലഭിച്ചത് ഷിഫ ഉമ്മാക്കാണ്. അപ്പോൾ അവർ പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കയ്യിലേക്ക് പ്രസവിച്ചു വീണപ്പോൾ ഫസ്തഹല്ല, റസൂലുള്ളാഹി തങ്ങൾ ഉച്ചത്തിൽ ഇങ്ങനെ ശബ്ദിച്ചു, കരഞ്ഞു. ഏതു കുട്ടിയും ഭൂമി ലോകത്തേക്ക് വരുമ്പോൾ കരയുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചത്തിൽ കരഞ്ഞു. അങ്ങനെ ഷിഫ ബീവി പറയുന്നു, ഫസമിഅതു ഖായിലൻ യഖൂൽ, ആരോ പറയുന്നതായി കേട്ടു. അതിൻ്റെ സറയിൽ കാണാം അത് മലക്കുകളായിരുന്നു എന്ന്. ആ വിളിച്ചു പറയുന്നവർ മലക്കുകളായിരുന്നു എന്ന് കാണാം. അങ്ങനെ മലക്കുകൾ വിളിച്ചു പറഞ്ഞു, റഹിമക്കില്ല, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യട്ടെ. അങ്ങനെ കാലത്ത് ഷിഫ, വിശാലമായ ഹദീസാണ്. അങ്ങനെ ഷിഫ ബീവി പറയുന്നുണ്ട്, ഞാൻ കുട്ടിക്ക് പാല് കൊടുത്തു, കുട്ടിയെ ചെരിച്ച് കിടത്തി ഉടനെ തന്നെ. എന്നിട്ട് ഷിഫ ബീവി പറയുന്നു, സുമ്മ ഖയ്യബ അന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞു. പിന്നെ എവിടെയും റസൂലുള്ളാഹിനെ കാണാനില്ല. പ്രസവിക്കപ്പെട്ട കുട്ടി അതുവരെ ഉണ്ടായിരുന്നു, പാല് കൊടുത്തു. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നില്ല. ഫസമിഅതു ഖായിലൻ യഖൂൽ, അപ്പോഴും ഒരു മലക്ക് വിളിച്ചു പറയുന്നുണ്ട്, ഐന ദഹബത ബിഹി, എവിടേക്കാണ് കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഖാല, അപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്കാർ പറഞ്ഞു, ഇലൽ മശ്രിഖി, മശ്രിഖിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് അല്പസമയം ആമിന ബീവിയുടെയും ഷിഫയുടെയൊക്കെ കണ്ണിൽ നിന്നും മറഞ്ഞു എന്ന ഈ സംഭവം മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വെറും മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്തെങ്കിലുമൊക്കെ തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല.
നേരെ മറിച്ച് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്ര സത്യങ്ങളെ മങ്കൂസ് മൗലൂദിലൂടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഹാഫിദ് ഖസ്തല്ലാനി ഇമാമ് അവിടുത്തെ മവാഹിബുൽ ലദുനിയയുടെ 1-ാം വാള്യം 119, 120 സീറത്തുൽ ഹലബിയയിൽ 1-ാം വാള്യം 70, 71 അബൂ നുഐമ തങ്ങൾ ദലായിലുൻ നുബുവയുടെ 1-136 ഒക്കെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തീർത്തും അതൊരു വാറവലയല്ല. മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച സത്യം തന്നെയാണ് ഇതൊക്കെ. മാത്രവുമല്ല, ഈ സംഭവം നേരത്തെ പറഞ്ഞല്ലോ, നബി തങ്ങളുടെ പ്രസവകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ ശിഫ എന്ന സ്ത്രീ പറഞ്ഞത്, സ്വന്തം മാതാവ് തന്നെ പറഞ്ഞത് മഹാനായ ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന ആമിനത റളിയല്ലാഹു അൻഹ ഖാലത്ത്, മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മ വളഅതുഹു ഐ മുഹമ്മദൻ, ഞാൻ എൻ്റെ മകൻ മുഹമ്മദിനെ പ്രസവിച്ചപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഗയ്യബ അന്നി, അങ്ങനെ അല്പസമയം എന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തപ്പോൾ, സമിഅ്തു മുനാദിയൻ യുനാദി, ഞാൻ ഒരശരീരി കേൾക്കുകയാണ്. എന്താണ്? തൂഫൂ ബി മുഹമ്മദിൻ മശാരിഖൽ അർളി വ മഗാരിബഹ, നിങ്ങൾ ഈ കുട്ടിയെ, ഈ മുഹമ്മദിനെ മശരിഖ് മഗ്രിബുകളിൽ കൊണ്ടുപോയി വരൂ എന്ന ഒരശരീരി ഞാൻ കേട്ടു എന്ന് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത് മഹാനായ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് അബൂ നുഐം അവിടുത്തെ ദലായിലുൻ നുബുവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഖസ്തല്ലാനി മവാഹിബുൽ ലദുന്നിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അനേകം ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് ഈ സംഭവത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മങ്കൂസ് മൗലിദിൽ വിമർശകർ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നമുക്ക് കാണാം, വലമ്മാ കുന്തു തഹയ്യറതൻ മിൻ ദാലിക ഇദാ ബിസലാസതി നഫരിൻ ഖദ് ദഖലു അലയ്യ കഅന്ന വുജൂഹഹും അക്മാറും വഫീ യദി അഹദിഹിം ഇബ്രീഖും മിനൽ ഫിദ്ദ. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് 3 ആളുകൾ കടന്നു വരികയും അവരെ കയ്യിൽ വെള്ളിയുടെ ഒരു കിണ്ടിയും പിടിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നുമൊക്കെ പരാമർശിക്കുന്നത് കാണാം. ഇതിന് വല്ല പ്രമാണവുമുണ്ടോ എന്ന് മുജാഹിദിൻ്റെ ആളുകൾ പലപ്പോഴായി ചോദിക്കാറുണ്ട്. ഈ വിഷയത്തിൽ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാം. നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത വിഷയത്തെ തുടർന്ന് ഉള്ള ഭാഗമാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത്. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ പ്രസവിച്ച് നിമിഷ നേരം കുട്ടി അപ്രത്യക്ഷമായി. മഹദി അവർകൾ വലമ്മാ കുന്തു മുതഹയ്യിറതൻ മിൻ ദാലിക്, വളരെ പരിഭ്രമിച്ച് ഇരിക്കുന്ന സമയത്ത് 3 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം വരികയും അവരുടെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ ഒരു വെള്ളിക്കിണ്ടിയും മറ്റേയാളുടെ കയ്യിൽ ഒരു തളികയും മൂന്നാമത്തെ ആളുടെ കയ്യിൽ നല്ല പ്രശോഭിതമായ ഒരു പട്ടും എല്ലാം ഉണ്ട് എന്ന് ഉൾക്കൊള്ളുന്ന ആ ഒരു ചരിത്രം നമ്മുടെ മങ്കൂസ് മൗലിദിൽ തുടർന്ന് പറയുന്നുണ്ട്. ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നാണ് നാം പരിശോധിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹാഫിദു സുയൂത്തി റഹിമഹുല്ലാ അവിടുത്തെ അൽ ഖസായിസുൽ കുബ്രയുടെ 1-ാം വാള്യം 49-ാമത്തെ പേജിൽ ഇത് സംബന്ധിയായുള്ള ഹദീസ് വിശദീകരിച്ച് വളരെ ദീർഘമായ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കാം. മഹാനായ ഹാഫിദ് അബൂ സക്കരിയ യഹ്യ ബിൻ ആയിദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന ആമിനത റളിയല്ലാഹു അൻഹ കാനത്ത് തുഹദ്ദിസു അൻ യൗമി മീലാദിഹി വമാ റഅത് മിനൽ അജായിബ്.
ആമിന ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനത്തിൽ ഉണ്ടായ അത്ഭുതങ്ങളും ആമിന ബീവി കണ്ട അത്ഭുതങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു. ഖാലത്ത് ബൈന അന അഅജബു ഇദം ബിസലാസതി നഫർ, ഞാനിങ്ങനെ വളരെ അത്ഭുതത്തോടെ 3 ആളുകൾ അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ അടുക്കൽ ആണ്. ലനൻതു അന്ന ശംസ തത്ലുഉ മിൻ ഖിലാലി വുജൂഹിഹിം, അവരെ മുഖം കാണുമ്പോൾ അവരുടെ മുഖത്ത് നിന്ന് സൂര്യൻ ഉദിച്ചു വരികയാണോ എന്ന് തോന്നിപ്പോകും. അത്രയും നല്ല പ്രശോഭിതമായ മുഖം. ബിയദി അഹദിഹിം ഇബിരീഖു ഫിദ്ദ, ഒരാളുടെ കയ്യിൽ വെള്ളിക്കിണ്ടിയുണ്ട്. വഫി ദാലിക്കൽ ഇബിരീഖി റീഹുൻ കരീഹിൽ മിസ്ക്, ആ വെള്ളിക്കിണ്ടിയിൽ നിന്ന് നല്ല കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധം അടിച്ചു വീശുന്നു. വഫി യദി സാനി തസ്തും മിൻ സംറദത്തിൻ ഖളറ, മറ്റൊരാളുടെ കയ്യിൽ നല്ല ഒരു പിഞ്ഞാണം, ഒരു തളിക ഉണ്ട്. അലൈഹ അർബഅതു നവാഹിൻ അലാ കുല്ലി നാഹിയത്തിൻ മിൻ നവാഹിഹ ലുഅ്ലുഅത്തുൻ ബൈളാ, ആ തളികക്ക് 4 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഓരോ ഭാഗത്തും നല്ല പ്രശോഭിതമായ മുത്തും മാണിക്യവുമൊക്കെയുണ്ട്. വഇദൻ ഖായിലുൻ യഖൂലു ഹാദിഹി ദുനിയ ശർഖുഹാ വഗർബുഹാ വബർറുഹാ വബഹറുഹാ, ഇത് ദുനിയാവാണ്, ഇതിൻ്റെ ദുനിയാവിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിൻ്റെ സമുദ്രവും കരയുമൊക്കെയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഫഖ്ബിൽ യാ ഹബീബല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ ഹബീബെ, നിങ്ങൾ പിടിക്കൂ അലാ അയ്യി നാഹിയത്തിൻ ശിഅ്ത മിൻഹ, ഇതിൽ നിന്ന് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവിടെ നിങ്ങൾ പിടിക്കൂ എന്ന് പറഞ്ഞു. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനിങ്ങനെ ആകാംക്ഷയോടെ എൻ്റെ കുഞ്ഞുമോൻ ഈ തളികയുടെ ഏതു ഭാഗമാണ് പിടിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ഫൈദൻ ഹുവ ഖദ് ഖബല അലാ വസ്തിഹ, എൻ്റെ മോൻ അതിൻ്റെ മധ്യഭാഗത്താണ്, ആ തളികയുടെ മധ്യഭാഗത്താണ് പിടിച്ചത്. ഫസമിഅ്തുൽ ഖായില യഖൂൽ, ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഖബല മുഹമ്മദുൻ അലൽ കഅബ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മേലിലാണ് പിടിച്ചിട്ടുള്ളത്. വറബ്ബിൽ കഅബ അമാ അന്നല്ലാഹ ഖദ് ജഅലഹാ ലഹു ഖിബ്ലതൻ വമസ്കനൻ മുബാറക, കഅബയുടെ അധിപനായ റബ്ബിനെ തന്നെ സത്യം, അല്ലാഹു തആല ഈ കഅബയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിബ്ലയും അനുഗ്രഹീതമായ സ്ഥലവുമാക്കിയിട്ടുണ്ട്. വറഅയ്തു ബിയദി സാലിസി ഹരീറത്തുൻ ബൈളാ മത്വിയത്തുൻ തയ്യൻ ശദീദ, മൂന്നാമത്തെ ആളുടെ കയ്യിൽ നല്ല പ്രശോഭിതമായ ഒരു സുന്ദരമായ പട്ട് ഉണ്ട്, അത് ചുരുട്ടപ്പെട്ട നിലക്കാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഫനശറഹാ ഫഇദൻ ഫീഹാ ഖാത്തമുൻ, ആ പട്ടിങ്ങനെ നിവർത്തി നോക്കിയപ്പോൾ അതിൽ നല്ല സുന്ദരമായ ഒരു സീല് ഉണ്ട്. ജാഅ ഇലയ്യ ഫതനാവലഹു സ്വാഹിബു തശ്തി ഫഗസല ബിദാലിക ലിബിരീഖി 7 മറാത്തിൻ ثم ختم ബൈന കത്തിഫൈഹി ബിൽ ഖാത്തമി ഖത്മൻ വാഹിദ, അതിനുശേഷം എൻ്റെ അടുക്കലേക്ക് ആ വ്യക്തി വരികയും എന്നിൽ നിന്ന് ആ കുട്ടിയെ വേടിക്കുകയും ആ കുട്ടിയെ 7 പ്രാവശ്യം ഈ വെള്ളിക്കിണ്ടിയിലുള്ള വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുകയും ശുദ്ധീകരിക്കുകയും അതിനുശേഷം കുട്ടിയുടെ 2 ചുമലുകൾക്കിടയിൽ സീല് വെക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ കുട്ടിയെ ഈ കയ്യിലുള്ള പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് എന്നെ തിരിച്ചേൽപ്പിക്കുന്നത്. മങ്കൂസ് മൗലിദിൽ പറഞ്ഞ അതേ ആശയം ഉൾക്കൊള്ളുന്ന വരികളാണ് ഹാഫിദ് അബൂ സക്കരിയ യഹ്യ ഇബ്നു ആയിദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഉദ്ധരിക്കുന്ന വിശാലമായ ഹദീസാണ് ഇത്. ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അൽ ഖസായിസുൽ കുബ്രയിലും ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മവാഹിബിലും അതുപോലെ അബൂ നുഐം റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട അല്ലാമ ബദ്റുദ്ദീൻ സർകശി റളിയല്ലാഹു അൻഹുവും എല്ലാം ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മങ്കൂസ് മൗലിദിൽ നാം ഇപ്പോൾ ചർച്ച ചെയ്ത ഈ വിഷയത്തിനും രേഖയും പ്രമാണവും ഉണ്ട് എന്നും ഒരിക്കലും അതിനെ വിമർശിക്കാനോ പരിഹസിക്കാനോ ഒരാൾക്കും സാധ്യവുമല്ല എന്നും ഇതിനാൽ നമുക്ക് ബോധ്യപ്പെടും.
മാത്രവുമല്ല, നേരത്തെ ഈ സംഭവം ഉദ്ധരിച്ച വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്നത് ആരാന്നറിയോ? ബഹുമാനപ്പെട്ട അബൂ സക്കരിയ യഹ്യ ഇബ്നു ആഇദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അദ്ദേഹം ഹിജ്റ 376 വഫാത്തായ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ വലിയ മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ വിശ്രുതമായ മൗലിദ് ഞാൻ നേരത്തെ ആമുഖത്തിൽ ഇതിൻ്റെ 1-ാം സെഷനിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഈ മൗലിദിൽ ഈ സംഭവം ഹിജ്റ 300-കളിൽ രചിച്ച ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എന്നു മാത്രമല്ല, ഈ ഹാഫിൽ അബൂ സക്കരിയ യഹ്യ ഇബ്നു ആഇദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെക്കുറിച്ച് അല്ലാമ ദഹബി തൻ്റെ സിയർ അഅ്ലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. അദ്ദേഹം വലിയ മഹാത്മാവാണ്, വലിയ പണ്ഡിതനാണ്, സ്വീകാര്യ യോഗ്യനാണ് എന്നു മാത്രമല്ല വലിയ മഹാത്മാവാണ്. ഖുതുബ ഓതുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ, വെള്ളിയാഴ്ച ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, മിമ്പറിൽ വെച്ചായിരുന്നു മഹാനവർകൾ വഫാത്തായത് തുടങ്ങി അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ആളാണ് ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ അബൂ സക്കരിയ യഹ്യ ഇബ്നു ആഇദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ആണ് ഈ സംഭവം അദ്ദേഹത്തിൻ്റെ മൗലിദിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. വെറും മങ്കൂസ് മൗലിദിൽ മാത്രമുള്ള ഒരു കഥ അല്ല, മറിച്ചത് ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ആകത്തുക. മങ്കൂസ് മൗലിദിൽ 100ഓളം കളവുകളുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു സംശയം കൂടി ബിദ്അത്തിൻ്റെ കക്ഷികൾ സാധാരണ ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സമയത്ത് ധാരാളം അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ട ഒരത്ഭുതമാണ് പേർഷ്യയിലെ തീകുണ്ടാരം കെട്ടു എന്നുള്ളതും മറ്റൊന്ന് സാവതടാകം വറ്റി വരണ്ടു എന്നുള്ളതൊക്കെ. ലമ്മ വുലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹമദത് തിൽക ലൈലത നാറു ഫാരിസ ബഅദ ളിറാം വലം തകുൻ ഹമദത് ഖബ്ല അൽഫൈ ആം വഗാലത്ത് ബുഹൈറത്തു സാവ എന്ന് തുടങ്ങുന്ന മങ്കൂസ് മൗലിദിലെ വരികൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് പേർഷ്യയിലെ തീരെ കെട്ടുപോകാത്ത തീകുണ്ടാരം കെട്ടു എന്നും സാവതടാകം വറ്റി വരണ്ടു എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ മങ്കൂസ് മൗലിദിൽ കാണുന്നത് വല്ല രേഖയുടെയും അടിസ്ഥാനത്തിലാണോ? വിദേഹത്തുകാർ സാധാരണ ചോദിക്കാറുണ്ട്. അതിനെന്താണ് നമ്മൾ മറുപടി പറയുക? അതിന് നമുക്ക് നന്നായി മറുപടി പറയാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്ന സമയത്ത് ഉണ്ടായ അത്ഭുത സംഭവങ്ങളാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. മങ്കൂസ് മൗലിദിൽ എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വിരചിതമായ ഏതെല്ലാം മൗലിദുണ്ടോ ആ മൗലിദുകളിലൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ ഇത്തരം അത്ഭുത സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മൗലിദ് എന്ന് ഇത്തരം കൃതികൾക്ക് നാമകരണം ചെയ്യാനുള്ളൊരു കാരണം തന്നെ പ്രധാനമായും മൗലിദുകളിൽ പരാമർശിക്കുന്നത് ഈ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളെ വിശദീകരിക്കലാണ്. അതിന് വിപരീതമായും വന്നിട്ടുണ്ട് ബദർ മൗലിദിനെ പോലുള്ള മൗലിദുകൾ. ഏതായാലും മൗലിദ് കിതാബ് എന്നിവകൾക്ക് പേര് വെക്കാനുള്ള ഒരു കാരണം ഇതാണ്. കൂട്ടത്തിൽ മങ്കൂസ് മൗലിദിലും ഇത്തരം സംഭവങ്ങളെ പറയുന്നുണ്ട്. മഹാന്മാരായ അയിമ്മത്തുകൾ ഈ ചരിത്രങ്ങളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ യഥേഷ്ടം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു അഖ്റജൽ ബൈഹഖിയു അൻ മഖ്സൂമ ബിൻ ഹാനിഇനിൽ മഖ്സൂമി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അൻ അബീഹി ഖാൽ ലമ്മാ കാനത്തിൽ ലൈലത്തുല്ലത്തി വുലിദ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർതജസ ഈവാനു കിസ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട ആ രാത്രി അവർ പറയുന്നു ഇർതജസ ഈവാനു കിസ്റ. ഇതേ പദം തന്നെ മങ്കൂസ് മൗലിദിനും വന്നിട്ടുണ്ട്. കിസ്റ കൊട്ടാരം വിറച്ചു, കിടുകിട വിറച്ചു. സഖത്തത്ത് മിൻഹു 14 ശുർഫത്തൻ, 14 ഗോപുരങ്ങൾ അതിൽ നിന്ന് അടർന്ന് താഴേക്ക് വീണു. കിസ്റ ചക്രവർത്തിയുടെ കൊട്ടാരം കിടുകിട വിറക്കുകയും അതിൻ്റെ 14 ഗോപുരങ്ങൾ അതിൽ നിന്ന്
താഴോട്ട് വീഴുകയും ചെയ്തു. വഹമദത്ത് നാറു ഫാരിസ്, പേർഷ്യയിലെ തീ കെട്ടുപോയി. ബലം തഹ്മുദ് കബല ദാലിക ബി അൽഫി ആമീൻ, വർഷങ്ങളായി കെടാതെ സൂക്ഷിക്കപ്പെട്ടിരുന്ന ആ തീക്കുണ്ടാരമാണ് ഒരു നിമിഷം കൊണ്ട് കെട്ടണഞ്ഞു പോയത്. വഗാലത്ത് ബുഹൈറത്തു സാവ തടാകം വറ്റി വരണ്ടു. ഇങ്ങനെ അത്യത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാത്രിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്നത് മഹാന്മാരായ ഇമാമുകൾ, അയിമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഇത് രേഖപ്പെടുത്തിയത്? ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു കൊടുത്ത ദലായിലുൻ നബുവയുടെ 1/122, ബഹുമാനപ്പെട്ട ഇബ്നു ഹിഷാം സീറത്തുൻ നബവിയുടെ 1/125, ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്ത് വൻ നിഹായയുടെ 1/2/268, ബഹുമാനപ്പെട്ട അബൂ നുഐം ദലായിലുൻ നബവിയുടെ 1/138, ഹാഫിദു ദഹബി താരിഖുൽ ഇസ്ലാം 1/35, ഇബ്നു ജരീർ ത്വബരി താരിഖുൽ ഉമമി വൽ മുലൂക്ക് 2/166, ഹാഫിദ് ഇബ്നുൽ ജൗസി അൽ വഫായുടെ 1/97. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഈ ചരിത്ര സംഭവങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ വഹാബികൾ അവരുടെ എത്രയോ സ്റ്റേജുകളും പേജുകളും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നും കള്ളക്കഥകൾ പറയുകയാണെന്നും നിർലജ്ജം അവർ പ്രസംഗിക്കുകയും എഴുതിവിടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയും അതാണല്ലോ. അത് നമുക്ക് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. എന്നിരുന്നാലും മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഈ വരികൾക്കൊക്കെ കൃത്യമായി തെളിവുകൾ നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞു. ഇത്രയും പകൽ വെളിച്ചം പോലെ വ്യക്തമായി ചരിത്രങ്ങൾ പരതുന്ന ആളുകൾക്ക്, അതായത് ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളാണ് ഇവിടെ നേരത്തെ സയ്യിദ് നിസാമി പറഞ്ഞ ഗ്രന്ഥങ്ങൾ മുഴുവനും. ബിദ്അത്തുകാർ പോലും സമ്മതിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഈ ചരിത്രമാവട്ടെ മറ്റുള്ള ചരിത്രങ്ങൾ ഏതാവട്ടെ എല്ലാം ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. എന്നിട്ടും എങ്ങനെയാണ് ഈ സാധാരണക്കാരെ കബളിപ്പിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടല്ലേ ഇതുപോലത്തെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയൂ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.